നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ വലിയ തരത്തിലുള്ള തീപിടുത്തമാണെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നത് എന്തൊക്കെയാണ്? ലിനീഷ, ഏറെക്കുറെ 1 മണിക്കൂർ മുൻപാണ് തീപിടുത്തം ഉണ്ടായത്. അത് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രാൻഡ് മലബാർ എന്ന് പറയുന്ന ഹോട്ടലാണ്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് ഈ ഹോട്ടലുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകരിലേക്കായി എത്തിക്കാൻ കഴിയും. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ കുക്കിംഗ് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. നിലവിൽ ആർക്കും തന്നെ അപകടമില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട്. പക്ഷേ ഹോട്ടൽ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറെക്കുറെ വിജയകരമായി ഭാഗികമായെങ്കിലും തീയണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അല്പനേരത്തിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും അണക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹിൻ, ദൃശ്യങ്ങളിൽ കാണുന്നത് വളരെ വലിയ തീയാണ്, പുകയാണ് അവിടെ നിന്നും ഉയരുന്നത്. സഹിൻ പറഞ്ഞതുപോലെ 3 യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ. ഈ നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ്. എയർപോർട്ടിന്റെ പരിസര പ്രദേശങ്ങളാണ്. അതിന് തൊട്ടടുത്തുള്ള ഹോട്ടൽ എന്തെങ്കിലും ആണോ ഈ ഗ്രാൻഡ് ഹോട്ടൽ? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 3-4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഹോട്ടലിൽ തീ പിടിച്ചത് കൊണ്ട് വിമാനത്താവളത്തിന് അപകടകരമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഇതിന് ചുറ്റും നിരവധി കടകളുണ്ട്. ആ കടകളിലേക്ക് കൂടി തീ വ്യാപിക്കാനുള്ള സാധ്യത ഫയർഫോഴ്സ് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ തീ എത്രയും പെട്ടെന്ന് അണക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന കടയല്ല, പകരം നിരവധി കടകൾ ഇതിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ തീ മറ്റു കടകളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ തീ അണക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും ഉദ്യോഗസ്ഥർക്കുണ്ട്. ഏറെക്കുറെ വിജയകരമായി ഭാഗ്യമായിട്ടെങ്കിലും തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കട പൂർണ്ണമായും നശിച്ചു. പ്രത്യേകിച്ചും ഇത് 2 നിലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കടയാണ് ഗ്രാൻഡ് മലബാർ എന്ന് പറയുന്ന ഹോട്ടൽ. അവിടുത്തെ അത്യാവശ്യം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കട കൂടിയായിരുന്നു. ഈ കടയിലാണ് ഇന്ന് തീപിടുത്തം ഉണ്ടായത്. ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതായത് മറ്റ് അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഗ്യാസ് പൊട്ടി അപകടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് കടകളുണ്ട്, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അത്തരത്തിൽ മറ്റ് മേഖലകളിലേക്ക് തീ പടരാനുള്ള സാധ്യത, ഹോട്ടൽ എന്ന് പറയുമ്പോൾ തീ പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സാധ്യത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സഹിൻ? പ്രാഥമികമായി അങ്ങനെ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തില് സാധ്യതകളുണ്ട്. സാധ്യത പൂർണ്ണമായിട്ടും ഫയർഫോഴ്സ് ആ സാധ്യത മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നേരത്തെ ലിൻഷനെ സൂചിപ്പിച്ചതുപോലെ ചുറ്റുപാടും നിരവധി കടകളുണ്ട്. ആ കടകൾ എല്ലാം തന്നെ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കടകൾ തന്നെയാണ്. മാത്രമല്ല ഗ്യാസുകളുടെ എണ്ണം കൂടുതലാണ്. ഈ ഹോട്ടലിനകത്ത് നിരവധി കുക്കിംഗ് ഗ്യാസുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മറ്റ് ഗ്യാസ് സിലിണ്ടറുകൾക്ക് കൂടി തീ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ അപകടത്തിനുള്ള സാധ്യതയാണ് ഫയർഫോഴ്സ് കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീ അണക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 2 നിലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടയാണ്. ഈ 2 നിലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കട എന്നുള്ളത് കൊണ്ട് തന്നെ ഫർണിച്ചറും കൂടുതലായും ഉണ്ട്. അപ്പോൾ ഈ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. പക്ഷേ ചുറ്റുപാടുമുള്ള കടകളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനും ആ ചുറ്റുപാടുമുള്ള കടകളിലേക്ക് തീ വ്യാപിക്കുന്നത് തടയുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദി സഹൻ ആന്റണി വിവരങ്ങൾക്ക്.